വിസിലടിച്ച് വിസിലടിച്ച് ഓടിവാടമ പട്ടം പോലെ പാറി പാറി വിസിലടിച്ച് വിസിലടിച്ച് சத்தம் பத்தாது விசில் போடு മിസ്റ്റർ യുവർ ശങ്കരാജ് കോപ്പി എടുത്തില്ലേ? സന്തോഷ് പണ്ഡിറ്റ് മോഡി പണ്ഡിറ്റിനെ എല്ലാവരും പറയാറില്ലേ? ഇപ്പോൾ വയനാട്ടിന് വേണ്ടിയിട്ട് തന്നെ കൊണ്ട് കഴിയുന്ന സഹായമൊക്കെ മുപ്പരി ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരൻ്റെ പടമായ ഉരുക്കട ക്ലൈമാക്സ് ഒന്ന് റിയാക്ഷൻ ചെയ്യാനാണ് പോകുന്നത്. പോയേക്കാ അയ്യോ തോക്ക് അതെന്താ നീ എന്താ കൊല്ലന്നെ എന്നോട് ഇത്രയും വലിയ ചതി ചെയ്ത നിന്നെ ഞാൻ ഒരിക്കലും വിടില്ല. മരിക്കുന്നവരെ ഉറങ്ങാൻ സമ്മതിക്കില്ല. വെറുതെ പോലീസിന്റെ ഇട്ടി കൊള്ളണ്ടല്ലോ. പറ്റുമെങ്കിൽ വേറൊരാളായി ജീവിക്കണം. പക്ഷെ അതെങ്ങനെ? ആദ്യമായി ചെയ്ത് ഞാൻ എന്റെ മുടി മൊട്ടയടിക്കലാണ്. എന്നെ ഒരിക്കലും തിരിച്ചറിയാൻ പാടില്ല. പിന്നെ ഞാൻ എവിടേക്കോ പോയി. നമുക്ക് ഹോസ്പിറ്റലിൽ പോയാലോ? എനിക്ക് തീരെ വയ്യ. അഥവാ ഞാൻ ബോധം കേട്ട് വീണ ഞാൻ ആശുപത്രിയിലേക്കൊന്നും കൊണ്ടുപോകരുത് കേട്ടോ. അതെന്താ? അമ്മക്ക് എവിടുന്നാ മോളെ ആശുപത്രിയിലേക്ക് കൊടുക്കാനുള്ള കാശ്? സതീഷേട്ടാ ഇനി എന്താ ചെയ്യാ? നോക്ക് ഗായത്രി, ഞാൻ വേണമെങ്കിൽ എന്റെ ഒരു കിഡ്നി തരാം. ഓപ്പറേഷനുള്ള പടവും ഞാൻ ശരിയാക്കി തരാം. അയ്യോ അതൊന്നും വേണ്ട. അയ്യോ അതൊന്നും വേണ്ട. നോക്ക്, ഒരു മനുഷ്യന് ജീവിക്കാൻ ഒരു വൃക്ക തന്നെ ധാരാളമാണ്. എന്നെ ഓർത്ത് നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഓപ്പറേഷനിലേക്ക് കിടക്കാം. ഞാനാണ് വൃക്കയും പണം തരുന്നത്. നീ അച്ഛനോട് പറയരുത് കേട്ടോ. നോക്ക്, നീ ഈ മൊബൈൽ നമ്പർ ആർക്കും കൊടുത്തേക്കരുത്. ഒരിക്കലും ഇല്ല. പിന്നെ ചേട്ടന്റെ ഉറക്കൊക്കെ ഇപ്പൊ എങ്ങനെയുണ്ട്? ആ നമ്പൂതിരി ഏലസ് കിട്ടി തന്നതിന് ശേഷം ഇപ്പൊ നന്നായി ഉറങ്ങാൻ പറ്റുന്നുണ്ട്. നിന്നോടാണ് നന്ദി പറയേണ്ടത്. എന്തായാലും നിന്റെ മൊത്തം പ്രോബ്ലം സോൾവ് ആയില്ലേ? സതീഷ് ചേട്ടനൊരു പാവാ. നിന്നോടാണ് നന്ദി പറയേണ്ടത്. എന്തായാലും നിന്റെ മൊത്തം പ്രോബ്ലം സോൾവ് ആയില്ലേ? സതീഷ് ചേട്ടനൊരു പാവാ. അടുത്ത ഫുള്ള് സോങ്ങാണെങ്കിൽ പാട്ടാണെങ്കിൽ രക്ഷയില്ലാത്തതാണ്. എന്തത് എവിടുന്നതൊക്കെ എടുക്ക? അയ്യോ അതിനകത്ത് വരുവാ. അതിനകത്ത് ഒരു പായാണ്. കടന്റെ അടിയിൽ നിന്ന് ചൂട്ടി, കടന്റെ അടിയിൽ നിന്ന് പോയി ചൂട്ടി. അത് ബുഗൂലേ ആ ചേട്ടി എന്തൊക്കെ അതിന് വന്നിട്ട് കുറച്ച് നീ മനുഷ്യത്വം മറന്നു, സ്നേഹം മറന്നു. നിന്നെ പോലത്തെ ഞാൻ ലജ്ജിക്കുന്നു. നീ കാരണം ഞാനൊരു പക്ക ക്രിമിനലായി. ഗുഡ് ബൈ. ഇനി നിങ്ങളെ ഞാൻ ഒരിക്കലും വിളിക്കില്ല. ഇത് അവസാനത്തെ വിളിയാണ്. സോറി സോറി ഫോർ എവരിതിങ്. വിളിക്കരുത്. ഇവൾക്ക് എന്റെ നമ്പർ എവിടെ നിന്ന് കിട്ടി? നമ്പർ കൊടുക്കരുതെന്ന് പറഞ്ഞേ. ചുവന്ന റോസാ പൂക്കളിൽ മുത്തമിടും അയ്യോ ഹരിത് അതാ ചോക്ലേറ്റാ, ചോക്ലേറ്റാ. അയ്യോ
അവസാനത്തെ പൈങ്കിളി സതീഷേട്ടനോട് ഇപ്പൊ എന്താ പറയാ? സതീഷേട്ടാ ഹലോ, ഇത് ഞാനാ ചന്ദ്രദാസ്, രാജേന്ദ്രന്റെ സഹോദരൻ. ചന്ദ്രദാസ്. ശരി. ഇരുന്നൂടെ ഒരു കല്യാണം. ഞാൻ പറയുന്നത് കേൾക്ക്. ഞാൻ സീരിയസ് ആയിട്ടാ പറഞ്ഞേ. ചന്ദ്രദാസേ, നീ ഇപ്പൊ പോ. എന്റെ കയ്യിലൊന്നുമില്ല. പൈസ പോയി, നിന്റെ ജീവനെങ്കിലും ഞാൻ എടുക്കും. നിന്നെ ഞാനിന്ന് കൊല്ലും. ഞാൻ ഒരുങ്ങി ഇറങ്ങിയതാടാ. അവന്റെ ഒരു ചന്ദ്രദാസേ, വേണ്ട. അയ്യോ അയ്യോ സതീഷേട്ടാ വേണ്ട, സതീഷേട്ടാ വേണ്ട. ചേട്ടാ നിന്റെ സ്വത്ത് ഞാൻ എല്ലാവരും ഒരുമിച്ച് ഇടണം. കൊല്ലൂടാ, അയ്യോ സതീഷേട്ടാ, കൊല്ലൂടാ, അയ്യോ കൊള്ളാം, നല്ലതാണ് നിനക്ക്. സതീഷേട്ടാ, സതീഷേട്ടാ, അയ്യോ അയ്യോ സതീഷേട്ടാ ഒന്ന് നിർത്ത്. ഞാൻ അവസാനിപ്പിക്കണം. വിശാലേ, ബീച്ചിൽ വെച്ച് അന്നും നിനക്ക് ഒരു അവസരം തന്നതാ. അന്ന് നീ കേട്ടില്ല. അന്ന് ഞാൻ പറഞ്ഞ നീ അവസാനിപ്പിക്കണം. വിശാലേ, ബീച്ചിൽ വെച്ച് അന്നും നിനക്ക് ഒരു അവസരം തന്നതാ. അന്ന് നീ കേട്ടില്ല. അന്ന് ഞാൻ പറഞ്ഞ നീ വിശാല വേണ്ട, ഇതോ വിശാല വേണ്ട. ഊമ്പി ഗൈസ്, ഊമ്പി തീർന്ന്. അയ്യോ അമ്മേ. അച്ഛാ പോയി, അച്ഛാ എല്ലാം പോയി. സതീജ, ഇനി നീ ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നത്? ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങാൻ പോവാ. അതിന്റെ ആവശ്യമില്ല. ചേട്ടൻ എവിടെങ്കിലും പോയി രക്ഷപ്പെട്ട്. ഈ കൊലപാതകം ഞങ്ങളല്ലാതെ വേറെ ആരും കണ്ടിട്ടില്ല. അതെങ്ങനെ പോകാൻ പറ്റും? നീ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ രമ്യയോടും ചന്ദ്രദാസനോടും ഈ കാര്യം പറഞ്ഞു കൊടുത്തത് ആരാണ്? ആരാണ്? അത് ഞാനാണ്. അച്ഛൻ വില്ലൻ. അച്ഛനെതിരെ അങ്ങനെ ചെയ്തേ? കഴിഞ്ഞ ദിവസം ഇൻസ്പെക്ടർ നിന്നെ കുറിച്ചിട്ടുള്ള എല്ലാ സത്യവും എന്നോട് പറഞ്ഞു. അച്ഛനായിട്ട് ആ ദിവസം അവൻ നിങ്ങളുടെ മകളെ മാത്രമല്ല വേറെയും 6-7 പേരെ കൊന്നിട്ടുണ്ട്. ആണോ? എല്ലാത്തമായി പ്രതിജ്ഞ തെളിവ് ഫയലുണ്ട്. വീട്ടിൽ പോയിട്ട് സമാധാനമായിട്ടിരുന്ന് പഠിക്കും. നിഷ എന്റെ മോളാടാ. നിഷ നിങ്ങളെ മകളാണോ? ആയിരുന്നോ? അതെ. അയ്യോ നിഷയോട് പോയാലോ? ഇങ്ങളോട് പോളായിരുന്നു ഞാൻ കൊന്നിട്ടത്. നിഷ അതെ നിന്റെ സിസ്റ്റർ ആയിരുന്നോ? അതെ അതെ എന്റെ ഡിസ്റ്റിലായിരുന്നു. എനിക്ക് 3 പെൺമക്കളാണ്. അതിൽ മൂത്ത ആള് മരിച്ചു, അല്ല കൊല്ലപ്പെട്ടു. നാട്ടിലെ ഗുണ്ടകളുടെ ഭയങ്കര ശല്യമാ. അവരിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ അച്ഛന് കഴിയില്ല. എനിക്കൊരു ചേച്ചി ഉണ്ടായിരുന്നു. അവർക്ക് നല്ലൊരു ജോലി ഉണ്ടായിരുന്നു. പക്ഷെ അവര് കൊല്ലപ്പെട്ടു. ഞങ്ങളന്ന് വലിയ കോടീശ്വരന്മാരാകുകയായിരുന്നു. എല്ലാം നീ നശിപ്പിച്ചു. പോട്ടെ അച്ഛാ, അതൊന്നും സതീഷേട്ടൻ അറിഞ്ഞോണ്ട് ചെയ്തല്ലോ. അറിഞ്ഞോണ്ടല്ല എന്റെ പെങ്ങളെ കൊന്ന്. അതാണ് ഇപ്പൊ അറിയുന്നത്. സ്വന്തം പെങ്ങളെ കൊന്നിട്ട് സതീശനെ കൂടെ നിൽക്കുമല്ലോ. അതെല്ലാം സംഭവിച്ചു പോയതാ. ഒരാക്ഷരം നീ വേണ്ടി പോകരുത്. സോറി അച്ഛാ, ഞാനൊന്നും ബോധപൂർവം ചെയ്തതല്ല. നീ പറഞ്ഞ കഥ എനിക്ക് കംപ്ലീറ്റ് വിശ്വസിക്കാൻ പറ്റൂല. നീ രാജേന്ദ്രനെ കൊന്ന കഥ എന്റെ മകൾ മനസ്സിലാക്കി. അത് പുറത്തറിയാതിരിക്കാൻ നീ അവളെ കൊന്നു. അതല്ലേ സത്യം? ആ SI തെളിവ് സഹിതം കാണിച്ചത് കൊണ്ട് മാത്രമാണ് ഞാനിത് വിശ്വസിച്ചത്. അത് അങ്ങനെയല്ല നടന്നത്. അവൾ സ്വയം വെടിവെച്ച് മരിച്ചതാ. അച്ഛൻ സത്യം അറിയണോ? ഞാൻ എന്നെ കൊല്ലാൻ അവൾക്ക് തോക്ക് കൊടുത്തതാ. പക്ഷെ അവൾ സ്വയം ആത്മഹത്യ ചെയ്തു. ശരി, എങ്കിൽ നീ എന്റെ മകൾക്ക് കൊടുത്ത അവസരം എനിക്കിതാ. ഞാൻ നിന്നെ കൊല്ലു, തല്ലി കൊല്ലു. പക്ഷെ നീ തിരിച്ച് എന്നെ ഒന്നും ചെയ്യാൻ പാടില്ല. എങ്കിൽ നീ പറഞ്ഞ കഥ എല്ലാം ഞാൻ വിശ്വസിക്കും. അല്ലെങ്കിൽ നീയാണ് എന്റെ മകളെ കൊന്നത്. ഞാൻ പറയുന്നത് കേൾക്ക്. മോളെ നീ മിണ്ടാതിരിക്കും. ഇത്രയും ക്രൂരനായ ഒരു മനുഷ്യനോടാണോ നീ സിമ്പതി കാണിക്കുന്നത്? ശരി, എന്നാ എന്നെ കൊല്ല്. തോക്കുതാ, പിടിക്ക്. അയ്യോ വേണ്ടേ, തോക്കൊണ്ട് തല്ലാണ്. അയ്യോ ഓടി ഓടുന്നു.
എന്താടിയാണ് അതാ അവിടുന്ന് ചോക്ലേറ്റ് ഇരിക്കും ഗേസ്. നിന്നോട് പോകാനാ പറഞ്ഞത്. വണ്ടി കൊണ്ട് ഇങ്ങനെ തൊടുക. ഇതേതാ കുട്ടി ഗേസ്? ഇതേതാ ആ കുത്തി? ചേട്ടാ തീർന്നു ഗേസ്. എടീ, നിന്റെ സ്വന്തം സഹോദരിയെ കൊന്നവനോട് ഇത്രയും സിമ്പതി വേണം? അച്ഛൻ മനുഷ്യനായ ഒന്ന് രണ്ട് പേരെ കൊന്നേരം ഒരു മിനിമം നന്ദി വേണം. ആ മനുഷ്യന്റെ വൃക്കയാണ് നിങ്ങൾക്ക് തന്നത്. ഇവന്റെ വൃക്കയാണോ എനിക്ക് തന്നത്? ദൈവമേ. ആ വൃക്ക മാത്രമല്ല, നമ്മുടെ വീട് രക്ഷിക്കാൻ 6 ലക്ഷം രൂപ തന്നു. ഓപ്പറേഷന് 15 ലക്ഷം രൂപ തന്നു. ഇത്രയൊക്കെ ചെയ്തിട്ട് നിങ്ങൾ ആ മനുഷ്യനെ കൊന്നില്ലേ? ഞാനിനി ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? ഇവരാണ് ഇത്രയും സഹായം ചെയ്തത്. ഞാൻ അറിഞ്ഞിട്ടില്ല മോളെ. എന്നോട് ക്ഷമിക്കും മോളെ. അച്ഛനില്ലാത്ത ഈ ലോകത്ത് എനിക്ക് ജീവിക്കാൻ ഇഷ്ടമല്ല. ഇത്രയും വീടുകൾ കണ്ടിട്ടായിട്ട് വന്നിട്ടില്ല. ഒരു പെണ്ണ് ഓടിച്ചപ്പോൾ നോക്കി ഇതൊക്കെ കൊച്ചു കേരളത്തിൽ നടക്കുന്നു. ലിറിക്സ്, മ്യൂസിക്, സിംഗർ, ഡയലോഗ്, പ്രൊഡ്യൂസർ ആൻഡ് ഡയറക്ടഡ് ബൈ സന്തോഷ് പണ്ഡിറ്റ്. വേറെ സമ്മതിക്കണം, എല്ലാം പുള്ളിക്കാരനാണ്, ആർക്കും കിട്ടിയിട്ടില്ല. പുള്ളിക്കാരൻ നല്ലൊരു മനുഷ്യനാട്ടോ. വയനാടിന് വേണ്ടി പക്ഷെ അതിലെന്താ കാട്ടി മരിച്ചു. സന്തോഷ് പണ്ഡിറ്റ് മൂവി എന്ന് പറഞ്ഞാൽ ഇതാണ് ഗേസ്. വല്ലാത്തൊരു പടമായി പോയി ഗേസ്. അപ്പം അത്രേ ഉള്ളൂ. ശരി ഓക്കെ.